രാഹുൽ ഈശ്വറിനെതിരെ വീണ്ടും പരാതി. സലിം എന്ന തൃശൂർ സ്വദേശിയാണ് പരാതി നൽകിയത്. ചാനൽ ചർച്ചകളിൽ ഹണി റോസിനെതിരെ രാഹുൽ ഈശ്വർ മോശം പരാമർശം നടത്തിയെന്ന് പരാതിയിൽ പറയുന്നു. ഹണി റോസിന്റെ പരാതിയിൽ ഇന്ന് പോലീസ് രാഹുലിനെതിരെ കേസെടുത്തേക്കും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, രാഹുൽ ഈശ്വറിനെതിരെ ഇന്ന് തന്നെ പോലീസ് കേസെടുക്കാനാണോ നീക്കം നടത്തുന്നത്? എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ, സൂചനകൾ? ലക്ഷ്മി, നിലവിൽ 2 പരാതിയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെ എറണാകുളം സെൻട്രൽ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഒന്ന്, ഹണി റോസ് നൽകിയ ഒരു പരാതിയായിരുന്നു. ആ പരാതിയിൽ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നത്, ഒപ്പം തന്നെ സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നത് അടക്കമുള്ള കുറ്റങ്ങളായിരുന്നു രാഹുലിനെതിരെ ഹണി റോസ് ആരോപിച്ചിരുന്നത്. എന്തായാലും ഹണി റോസിന്റെ പരാതിയിൽ ഇന്ന് പോലീസ് കേസെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ രാഹുൽ ഈശ്വറിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുക്കുക. എന്തായാലും ആ പരാതി നിലനിൽക്കുകയാണ്. രാഹുൽ ഈശ്വറിനെതിരെ മറ്റൊരു പരാതി കൂടി ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചിരിക്കുന്നത്. അത് തൃശൂർ സ്വദേശിയായിട്ടുള്ള സലിം എന്നയാൾ നൽകിയ പരാതിയാണ്. ഇയാൾ ഈ പരാതിയിൽ പറയുന്നത്, രാഹുൽ ഈശ്വർ ചാനൽ ചർച്ചയ്ക്കിടെ ഹണി റോസിനെതിരെ മോശമായ പരാമർശങ്ങൾ നടത്തി. അത് അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതും ഒപ്പം തന്നെ വ്യക്തിഹത്യയെ ഇല്ലായ്മ ചെയ്യുന്നതുമായിട്ടുള്ള പരാമർശങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കണമെന്നുള്ളതാണ് ഇയാളുടെയും ആരോപണം, അല്ലെങ്കിൽ പരാതിയുടെ കഴമ്പ്. എന്തായാലും ഇയാളുടെ പരാതിയും പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യ പരാതിയിൽ പോലീസ് നിയമ നടപടിയുമായി മുന്നോട്ട് നീങ്ങുന്നതിനിടയിലാണ് ഇപ്പോൾ രണ്ടാമത്തെ പരാതിയും രാഹുൽ ഈശ്വറിനെതിരെ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഹണി റോസിന്റെ മൊഴി കൂടി വിശദമായി പരിശോധിച്ച ശേഷം പോലീസ് രാഹുൽ ഈശ്വറിനെതിരെ നൽകിയിരിക്കുന്ന പരാതിയിൽ കേസെടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ലക്ഷ്മി പത്മ, ഇതിൽ എന്തൊക്കെ വകുപ്പുകൾ ചുമത്തപ്പെടാനാണ് സാധ്യതയുള്ളത്? എത്രത്തോളം ഗൗരവതരമായ ഒരു പരാതിയാണ് ഇത്, സഹിൻ? നിലവിൽ ഇപ്പോൾ സലിം എന്നയാളുടെ പരാതിയേക്കാൾ ഗൗരവകരമായ പരാതി ഹണി റോസിന്റെ പരാതി തന്നെയാണ്. കാരണം ഹണി റോസ് നൽകിയിരിക്കുന്ന പരാതി എടുത്ത് നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഗൂഢാലോചന, ഒപ്പം തന്നെ IT ആക്ട്, അത് ജാമ്യമില്ലാ വകുപ്പ് തന്നെയാണ് IT ആക്ടിൽ വരിക. മാത്രമല്ല അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ മോശം കമന്റുകൾ നടത്തിയിട്ടുള്ള ആളുകൾക്കുള്ള ഒരു ആഹ്വാനം, അല്ലെങ്കിൽ അവരെ എല്ലാം കോർഡിനേറ്റ് ചെയ്ത് അവരെല്ലാം ഒന്നിപ്പിച്ച് നിർത്തിയ ഒരു PR ഏജൻസി പോലെ പ്രവർത്തിച്ച ആളാണ് രാഹുൽ ഈശ്വർ എന്നാണ് ഹണി റോസ് ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഗുരുതരമായ പരാതി ഹണി റോസിന്റെ തന്നെയാണ്. ഒപ്പം തന്നെ ഈ പരാതിയും ഇദ്ദേഹത്തിന്റെ ഈ സലിമിന്റെ പരാതിയിലും കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാൽ സ്വാഭാവികമായും പോലീസ് കേസെടുക്കേണ്ടതായി വരും. ഒരേ വിഷയത്തിൽ തന്നെ 2 കേസ് നിലനിൽക്കുമ്പോൾ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ഹണി റോസിന്റെ പരാതി കഴമ്പുള്ള പരാതി തന്നെയാണ്. അത് ഗുരുതരമായ സ്വഭാവമുള്ള പരാതിയാണ്. IT ആക്ട് അടക്കമുള്ള വകുപ്പുകൾ നിലനിൽക്കുന്ന പരാതിയാണ്. അതുകൊണ്ട് തന്നെ ആ പരാതിയിൽ പോലീസ് കേസെടുത്താൽ രാഹുൽ ഈശ്വർ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന് ജാമ്യം എടുക്കേണ്ടതായി വരും. അത് പോലീസ് സ്റ്റേഷൻ ജാമ്യം ഈ കേസിൽ ലഭിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അത് ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടുത്തിക്കൊണ്ട് കോടതിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ജാമ്യം എടുക്കേണ്ടതായി വരും.